നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിച്ചു വരുന്നു. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു അനുകൂലമായ തീരുമാനത്തിലേക്ക് ഈ വ്യക്തി വരുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. അതായത് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ലഭിക്കുവാൻ വേണ്ടി കൊതിച്ചതും അതിലേറെ പ്രയത്നിച്ചതും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. സ്വാതന്ത്ര്യം ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇല്ലാണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. അതല്ലെങ്കിൽ ഈ വ്യക്തി ജീവന് തുല്യം അത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികളിൽ നിന്നും ഈ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ദുരനുഭവം ഉണ്ടായി. അതുതന്നെയാണ് പ്രധാനമായും കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അവരെ എല്ലാം മാറ്റി പറയുവാനോ മാറ്റി നിർത്തുവാനോ അവരെ എല്ലാം തെറ്റിദ്ധരിക്കുവാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല. ഈ വ്യക്തി എപ്പോഴും നിങ്ങളോടും നിങ്ങളുടെ അഭിപ്രായത്തോടും എതിര് തന്നെയായിരുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കുകയോ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തോടെ പെരുമാറുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം. വളരെ ചെറുപ്പത്തിൽ തന്നെ പരസ്പരം അറിയാവുന്ന രണ്ട് വ്യക്തികളായിരിക്കാം. അതല്ല എങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വളരെ വേഗത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള രണ്ട് വ്യക്തികളും ആയിരിക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നമുക്കിവിടെ വ്യക്തമായിട്ടുള്ള ഒരു രീതി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ രണ്ടു പേരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഹൃദയബന്ധം. പക്ഷേ ആ ഒരു ഹൃദയബന്ധം പരിപൂർണതയിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ മറ്റുള്ളവർ സമ്മതിച്ചില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതൊരു ദയനീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തീരാ നോവായി നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വളരെയധികം അടുത്തറിഞ്ഞു വരികയും നിങ്ങളിലേക്ക് പരിപൂർണമായിട്ട് വന്നു ചേരുകയും ചെയ്തിരുന്ന ആ ഒരു സമയത്ത് വളരെ പലതരത്തിലുള്ള തടസ്സങ്ങൾ രൂപപ്പെടുകയും അതിലൂടെ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും വളരെയധികം പറിച്ചെടുത്തുകൊണ്ട് വേറെ തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ ശത്രുക്കൾ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നതും അത് തന്നെയാണ്. ഇവിടെ വളരെ പോസിറ്റീവായി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ രണ്ടു പേർക്കുമിടയിൽ വളരെ കോമൺ ആയി കാണപ്പെടുന്ന എന്തോ ഒരു പോസിറ്റീവായ കാര്യങ്ങളുണ്ട്. അതായത് കഴിവുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളായിരിക്കാം, സ്വഭാവ രീതിയായിരിക്കാം, ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഇത് നമുക്കിവിടെ കൃത്യമായും കാണാൻ കഴിയുന്നു. ഈ ഒരു കാര്യത്തിലൂടെയാണ് നിങ്ങൾ രണ്ടു പേരും നല്ലൊരു ബന്ധത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ആദ്യം ഇതൊരു പക്ഷേ സൗഹൃദ ബന്ധത്തോടു കൂടി തുടങ്ങിയ ഒരു ബന്ധം മാത്രമായിരിക്കാം. എന്നും എല്ലാ കാലത്തും നിങ്ങൾ ഇരുവരും സുഹൃത്തുക്കളായിരിക്കും എന്നുള്ള വിശ്വാസത്തോടെയും ഉറപ്പോടെയും ആയിരിക്കാം നിങ്ങൾ ഇതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ യാദൃശികമായി വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാണ് നിങ്ങളിലെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയുവാൻ സാധിച്ചത്. അതിലൂടെ നിങ്ങളുടെ രണ്ടു പേരുടെയും ഹൃദയങ്ങൾ വളരെയധികം കോർത്തിണക്കുന്ന നിലയിലേക്കാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അവിടെ നിങ്ങൾക്കിടയിലുള്ള ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങളോ പലതരത്തിലുള്ള ഡിഫറൻസസോ നിങ്ങൾക്കിടയിലുള്ള അകൽച്ചകളോ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരുപാട് കാര്യങ്ങളിലെ വ്യത്യാസങ്ങളോ ഇതൊന്നും തന്നെ നിങ്ങൾ നോക്കാനായി തയ്യാറായില്ല. അതെല്ലാം വകവെക്കാതെ അല്ലെങ്കിൽ അതൊട്ടും തന്നെ കണക്കിലെടുക്കാതെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹവുമായി മുന്നോട്ട് പോയത്. പക്ഷെ ഇവിടെ സ്വാതന്ത്ര്യത്തിന് ഇത്രയും അധികം വിലയുണ്ട് എന്നുള്ളത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിരുന്നില്ല. അത്രയും ഒരു ചങ്ങലയിൽ ബന്ധിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മുറിയിൽ അകപ്പെടുത്തിക്കുന്നത് പോലെയാണ്, ഒരു മുറിയിലാക്കുന്നത് പോലെയാണ്, അതും വളരെയധികം ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിക്കളഞ്ഞത്. അത് വളരെയധികം തന്ത്രപൂർവമായിട്ടുള്ളതാണ് എന്ന് നമുക്കിവിടെ കൃത്യമായും കാണുവാൻ സാധിക്കുന്നുണ്ട്.
ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഈ വ്യക്തിയും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ടോ പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെയാണ് നിങ്ങളിൽ നിന്നും ഈ വ്യക്തിയെ വളരെ തന്ത്രപൂർവം വൈരാഗ്യത്തോടു കൂടി അകറ്റിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ വ്യക്തിക്ക് ഇതെല്ലാം മനസ്സിലാക്കുവാനും നിങ്ങളെക്കുറിച്ച് കൂടുതൽ തിരിച്ചറിയുവാനും ഈ സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനുമുള്ള സാവകാശം മറ്റുള്ളവർ കൊടുത്തില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ കൂടോത്ര സംബന്ധമായ പ്രശ്നങ്ങൾ വരാം, അനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ വരാം, അല്ലെങ്കിൽ പ്രാക്ക് ദോഷങ്ങൾ വരാം, ശത്രുദോഷം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിനെ തന്നെയാണ് ബാധിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോസിറ്റീവായി കാണുവാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല, നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു രീതിയാണെങ്കിൽ, പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന തലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളത് ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായി ഇരിക്കവേ ഈ പേഴ്സന്റെ മനസ്സിൽ പലതരത്തിലുള്ള തിരിച്ചറിവുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ ഇഷ്ടദൈവത്തെ നിങ്ങൾ ഭജിക്കുന്നുണ്ടാകാം. ഉപവാസം അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകാം. ഇനിയിപ്പോ അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലെ ആ ഒരു നന്മ അല്ലെങ്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രയത്നങ്ങൾ അത് പ്രപഞ്ചശക്തി നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയാണ് എപ്പോഴും കാത്തിരിക്കുന്നതും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു അനുകൂലമായ തീരുമാനം ഈ വ്യക്തിയിൽ പ്രപഞ്ചശക്തി പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകാൻ തീരുമാനിച്ചിട്ടുള്ള ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ യാതൊരു തരത്തിലുമുള്ള അനുസരണയില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഒരു തീർച്ചയായിട്ടും ഒരു അനുസരണയില്ലാതെ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഈ വ്യക്തി മറ്റു പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യാതൊരു തരത്തിലുമുള്ള പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ ചിന്തകൾ ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വ്യക്തിയെ വളരെയധികം അതിശയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിക്ക് ഇത് നല്ല രീതിയിൽ തന്നെ വിശ്വസിക്കാനാകുന്നില്ല. വളരെയധികം അതിശയകരമായ കാര്യങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തീർത്തും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കാണുവാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ വ്യക്തിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തോന്നി തുടങ്ങിയിട്ടുള്ളത് ഈ പ്രണയബന്ധത്തെ ഏറ്റവും നന്നായി തന്നെ, അതായത് തൻ്റെ അമ്മ തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പരിപാലിച്ച് സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്നത് പോലെ കൊണ്ട് നടക്കണമെന്നും നന്നായി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. തൻ്റെ പ്രണയവും പ്രണയിനിയും അല്ലെങ്കിൽ കമിതാവും ആരായിക്കോട്ടെ അവരെല്ലാവരും തനിക്ക് വേണ്ടപ്പെട്ടവരാണെന്നും ഈ വ്യക്തിയുടെ ലവർ അത് നിങ്ങളാണ്, അപ്പോൾ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സംരക്ഷിക്കേണ്ടതെന്നും ഈ പ്രണയബന്ധത്തെ പൊന്നുപോലെ നോക്കണം എന്നുള്ളൊരു രീതിയാണ് ഈ പേഴ്സൺ കാണുന്നത്. ആ ഒരു രീതിയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന വളരെയധികം ശക്തമായി തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഈ വ്യക്തിയിലേക്ക് വരുന്നുണ്ട്. അത് മനസ്സിൽ വരുന്ന ചിന്തകളായിക്കോട്ടെ, മുന്നോട്ട് പോകുന്ന ഒരു രീതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടായിക്കോട്ടെ, ചിലപ്പോൾ തെറ്റിദ്ധാരണകളായിരിക്കാം ഇവിടെ ഏറ്റവും വലിയ വില്ലൻ കഥാപാത്രമായി നിലകൊള്ളുന്നത്. അതിൻ്റെ എല്ലാം ഊർജം നശിപ്പിക്കുകയും, അതായത് മോശപ്പെട്ട നെഗറ്റീവായിട്ടുള്ള ഊർജങ്ങൾ നശിപ്പിക്കുകയും വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജം ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ബന്ധനപ്പെട്ടുകൊണ്ട് അതിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അതിൽ നിന്നും പലപ്പോഴും പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. എന്നിങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുമാണെങ്കിൽ പോലും ഈ വ്യക്തി എന്തും നേരിടുവാനും അതിനെ മറികടക്കുവാനും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളുമായി പങ്കുചേർന്നിട്ടുള്ള, അതായത് നിങ്ങൾ ബാല്യകാലം മുതൽ തൊട്ട് തന്നെ സുഹൃത്തുക്കളാണെങ്കിൽ ഉറപ്പായും നിങ്ങളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളും അതുപോലെ ഓർമ്മകളും എല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇത് വളരെയധികം സ്നേഹാർദ്രമായിട്ടും അത്രയും അധികം പരിശുദ്ധമായ പ്രണയത്തോടെയും ഹൃദയത്തോടെയുമാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര വലിയ കൊട്ടാരത്തിലാണെങ്കിലും എത്ര സൗകര്യപൂർണമായിട്ടുള്ള ജീവിതത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളെ മറക്കുവാനാകില്ല. അത് നമുക്ക് വളരെ പ്രധാനമായിട്ടും കൃത്യമായും പറയുവാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വ്യക്തിയിലെ എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസം, അത് പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന ഒരു ആയുധമാണ്. അത് മാത്രമല്ല, സ്വയം അറിവ്, ഇൻഡ്യൂഷൻ ആയിട്ടുള്ള പവർ. ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, അത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാവർക്കും ലഭിക്കുന്ന കഴിവുകളും അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അത്തരം കഴിവും ഈ വ്യക്തിയിൽ വരുന്നുണ്ട്. അതുമൊക്കെയും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ബന്ധിച്ചു കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്ത് തന്നെയായാലും നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വ്യക്തികൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തു തന്നെയായാലും വളരെ പോസിറ്റീവായി തന്നെയാണ് നമുക്കിതിനെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.